ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നായിരുന്നു ആദ്യകാല വിശ്വാസം. ഈ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചത് ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്ന സിദ്ധാന്തമാണ്. ഇത് കൊണ്ടുവന്നത് ടോളമിയാണ്. എന്നാൽ കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ ഇതിനെ ശക്തമായി എതിർത്തു. ഭൂമിയല്ല, മറിച്ച് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ വൃത്താകൃതിയിൽ ചുറ്റുകയാണ് എന്നും കോപ്പർനിക്കസ് വാദിച്ചു. കോപ്പർനിക്കസിന്റെ സിദ്ധാന്തമാണ് സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ പിന്നീട് വന്ന ജോഹന്നാസ് കെപ്ലർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സൂര്യനെ ഗ്രഹങ്ങൾ വൃത്താകൃതിയിലല്ല ചുറ്റുന്നത് എന്ന്. പിന്നെയോ ദീർഘവൃത്താകൃതിയിലാണ് സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നത്. 3 ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ് കൊണ്ടുവന്നത് ജോഹന്നാസ് കെപ്ലറാണ്. ഗണിതശാസ്ത്ര നിയമങ്ങളുടെ പിൻബലത്തോടുകൂടി ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ കൃത്യമായി ജോഹന്നാസ് കെപ്ലർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ആകാശത്തിലെ നിയമജ്ഞൻ. ഇനി നമുക്ക് ജോഹന്നാസ് കെപ്ലറുടെ 3 പ്രധാന പുസ്തകങ്ങൾ പരിചയപ്പെടാം. ദ കോസ്മോഗ്രാഫിക് മിസ്റ്ററി, ദ ആസ്ട്രോണമിയ നോവ ഓർ ദ ന്യൂ ആസ്ട്രോണമി, ദ ഹാർമണി ഓഫ് ദി വേൾഡ്.